ഹലോ, നമുക്കിന്ന് സദ്യക്കൊക്കെ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു കറി ഉണ്ടാക്കിയാലോ? പുളിയിഞ്ചി, പുളിങ്കറി, ഇഞ്ചിക്കറി, ഇങ്ങനെ ഒരുപാട് പേരുണ്ട് ഇതിന്. നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് വേഗം ഒന്ന് പോയി നോക്കിയിട്ട് വരാം. കറി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു ചട്ടിയിൽ 2 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് ചെറുതായി മുറിച്ച് വെച്ചിരിക്കുന്ന 1 കപ്പ് അളവിൽ ഇഞ്ചി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് 10 അല്ലി ചെറിയ ഉള്ളി, ചുവന്നുള്ളി, ഇതിലേക്ക് പച്ചമുളക്, കറിവേപ്പില, ആവശ്യത്തിന് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് ബ്രൗൺ കളർ ആകുന്നത് വരെ നമുക്കൊന്ന് വറുത്തെടുക്കാം. ഇഞ്ചി ഇവിടെ ലൈറ്റ് ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ അളവിൽ മുളക് പൊടിയും ചേർത്ത് പൊടിയുടെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. കൂടാതെ ഇതിലേക്ക് നെല്ലിക്ക വലുപ്പത്തിൽ പുളി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് തിളപ്പിച്ച 2 കപ്പ് വെള്ളവും ചേർത്ത് ഒന്ന് കുതിർത്ത് വയ്ക്കുക. തണിഞ്ഞതിന് ശേഷം നന്നായിട്ട് പിഴിഞ്ഞ് അരിച്ചെടുക്കുന്നുണ്ട്. ഈ അരിച്ചെടുത്തിരിക്കുന്ന പുളിവെള്ളം നമുക്ക് ഇഞ്ചിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് തന്നെ 1/4 ടീസ്പൂൺ അളവിൽ കായം പൊടിച്ചത്, ആവശ്യത്തിന് ഉപ്പ്, 1/4 കപ്പ് അളവിൽ ശർക്കരയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ഒരു കുറുകി വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇഞ്ചിക്കറി ഇവിടെ കുറുകി നന്നായി പാകമായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് താളിച്ചൊഴിച്ചാൽ മാത്രം മതിയാകും. അതിനായിട്ട് ഞാനൊരു പാത്രത്തിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് കടുക് കൂടാതെ കറിവേപ്പിലയും വറ്റൽമുളകും കൂടി ചേർത്ത് ഒന്ന് താളിച്ചൊഴിക്കാം. ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കറിയാണ് ഇഞ്ചിക്കറി. അപ്പോൾ വീഡിയോ കണ്ടിഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ പുതിയ സദ്യ സ്പെഷ്യൽ റെസിപ്പി ആയിട്ട് കാണാം. അതുവരെ ബൈ.